ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ടി ചന്ദ്രമോഹന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനി മാനേജ്മെന്റിന്റെ നടപടി. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ KR അജയനെ മാറ്റിയിരിക്കുന്നു അല്ലേ? ശ്രുതി, ഏത് തരത്തിലുള്ള നടപടിയാണ് വരുന്നത് എന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. ദേശാഭിമാനിയുടെ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്നാണ് KR അജയനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പകരം ടി ചന്ദ്രമോഹന് വാരാന്ത്യ പതിപ്പിന്റെ ചുമതല നൽകുകയും ചെയ്തു. ഇന്നലെ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ദേശാഭിമാനി മാനേജ്മെന്റ് പറയുന്നത്. ആ വിശദീകരണത്തിൽ പലതരത്തിലുള്ള തെറ്റ് കുറ്റങ്ങൾ അജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ദേശാഭിമാനി മാനേജ്മെന്റ് കരുതുന്നു എന്നും പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ എടുത്തിരിക്കുന്നത്. ഈ നടപടിയിൽ അവസാനിക്കാനുള്ള സാധ്യത ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു പ്രാഥമിക നടപടിയായി കണ്ടാൽ മതി. തുടർ നടപടികൾ ഉണ്ടാകും എന്ന സൂചന കൂടി ദേശാഭിമാനിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ഫീച്ചർ കണ്ടപ്പോൾ തന്നെ അത് പ്രസിദ്ധീകരിക്കേണ്ടതില്ല, പകരം മറ്റൊന്ന് ആ സ്പേസിൽ കൊടുത്ത് വാരാന്ത്യ പതിപ്പ് അച്ചടിച്ച് പുറത്തിറക്കി സാധാരണ എന്ന നിലയിൽ വായനക്കാരിൽ എത്തിക്കാനുള്ള നിർദ്ദേശമാണ് മുകളിൽ നിന്ന് നൽകിയത്. പക്ഷേ ആ ഫീച്ചറിന്റെ തലക്കെട്ടിലും ഫീച്ചറിന്റെ ഉള്ളടക്കത്തിലും പാർട്ടി വിരുദ്ധമായ ഒന്നുമില്ല എന്ന നിലപാട് സ്വീകരിച്ച് അജയൻ അത് പ്രസിദ്ധീകരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ തർക്കം നീണ്ടുപോയത് കൊണ്ടാണ് വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച പുറത്തിറക്കാൻ പറ്റാതിരുന്നത്. പകരം തിങ്കളാഴ്ച പുറത്തിറക്കേണ്ടി വന്നു. എന്ന് മാത്രമല്ല, VS അച്യുതാനന്ദന്റെ ലേഖനം ഉള്ളതുകൊണ്ട് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കിയില്ല എന്ന തരത്തിൽ മാധ്യമ വാർത്തകളും വന്നു. ഇതൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നടപടി. വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. KR അജയനെ മാറ്റിയിരിക്കുന്നത്. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള നടപടിയാണ്. റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, ഇന്നിപ്പോൾ നേരത്തെ തന്നെ ഈ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. അതായിരുന്നു KR അജയന്റെ മുറി ഈ വിവാദത്തിന് പിന്നാലെ പൂട്ടിയിട്ടതും നമ്മൾ കണ്ടതല്ലേ? ഉറപ്പായും നടപടി ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് അദ്ദേഹത്തിന് കയറാൻ പറ്റാത്ത തരത്തിൽ അത് പൂട്ടിയത്. അത് ആഭ്യന്തര അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ അടക്കം പരിശോധിക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് പൂട്ടിയിട്ടത് എന്നതാണ് അനൗദ്യോഗികമായി ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം കള്ളൻ വിജയൻ എന്ന ലേഖനം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ ലേഖനത്തിന്റെ തലക്കെട്ടുള്ളത് കൊണ്ടോ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാതിരുന്നത് ആ കാരണം കൊണ്ടാണെന്ന് ദേശാഭിമാനി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം സാങ്കേതിക പ്രശ്നം, വെറും സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണ് വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാത്തത് എന്നതാണ്. ഇനിയുള്ള പ്രശ്നം എന്തിന് അജയനെതിരെ നടപടി എടുത്തു എന്ന് ഇപ്പോഴല്ലെങ്കിലും പിന്നീട് എപ്പോഴാണെങ്കിലും ദേശാഭിമാനി മാനേജ്മെന്റിന് വിശദീകരിക്കേണ്ടി വരും. ഇനി സ്വാഭാവികമായും ഇതിന്റെ പേരിലുള്ള നടപടിയല്ല, പകരം ഇന്റേണൽ വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഒരു ന്യൂസ് എഡിറ്ററെ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളും വാദങ്ങളും ആയിരിക്കും, വിശദീകരണങ്ങളും ആയിരിക്കും ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതല്ലാതെ കള്ളൻ അജയൻ എന്ന പേരിൽ ഒരു തലക്കെട്ടിട്ടു, അങ്ങനെ ഒരു ഫീച്ചർ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല എന്നതിന്റെ പേരിൽ ഒരു നടപടി വന്നു എന്ന് ദേശാഭിമാനി മാനേജ്മെന്റിന് ഇനി സമ്മതിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജ് വന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പാർട്ടിക്ക് അല്ലെങ്കിൽ ദേശാഭിമാനിക്ക് സമ്മതിക്കേണ്ടി വരും. അതാണ് റെസിഡന്റ് എഡിറ്റർ എന്ന് പറഞ്ഞ കാര്യം വാദം പൊളിക്കുന്ന തരത്തിൽ ഇന്നിപ്പോൾ ലേഖകൻ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്ത. ഉറപ്പായും ആ ലേഖനം എഴുതിയ TC രാജേഷ് സിന്ധു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഇന്നലെ രാത്രി വൈകി അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനം മുഴുവനായി ആ ഫീച്ചർ മുഴുവനായി നമ്മൾ വായിക്കുമ്പോൾ ഒരു തവണ പോലും അതിൽ പിണറായി വിജയൻ എതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ എതിരായി വരുന്ന ഒരു കാര്യങ്ങളും ആ ലേഖനത്തിലില്ല. അത് മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ മുത്തിപ്പാറ എന്ന സ്ഥലത്തെ ഒരു നാടക ഗ്രാമത്തെക്കുറിച്ചും ആ നാടക ഗ്രാമത്തിന്റെ ഉടമസ്ഥനായ S വിജയകുമാർ എന്ന അവിടെ നാട്ടിൽ കള്ളൻ വിജയൻ എന്നറിയപ്പെടുന്ന ഒരാളെ കുറിച്ചുള്ള ലേഖനമാണ്. അതിനകത്ത് ഒരു തരത്തിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന
അതല്ലെങ്കിൽ പലരും ഒരുപക്ഷെ പിണറായി വിജയന്റെ പേര് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ കള്ളൻ വിജയൻ എന്ന പേരിൽ അത് പുറത്തിറക്കായിരുന്നത്. ആ തരത്തിൽ ഒരു നമുക്ക് ആർക്കെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റും അതിനകത്തില്ല. ഒരു നാടക ഗ്രാമത്തെ ചുറ്റിപ്പറ്റി ഒരാൾ ചെയ്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വ്യാഖ്യാനിക്കാൻ പോലും ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായോ പിണറായി വിജയനുമായോ കണക്ട് ചെയ്യുന്ന ലേഖനമാണെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യം പോലും അതിനകത്തില്ല എന്ന് നമ്മൾ വായിച്ചപ്പോഴും മനസ്സിലായതാണ്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുന്നത് കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു തലക്കെട്ട് വരുമ്പോൾ അത് പിണറായി വിജയനെതിരായ ട്രോളായി രാഷ്ട്രീയ എതിരാളികളും മറ്റും പ്രചരിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അത് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് എസ് വിജയകുമാറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ദേശാഭിമാനിയിൽ നിന്ന് 2 പേരെത്തി ഈ ഫീച്ചർ തയ്യാറാക്കിയിരുന്നു, എന്നോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു, കുടുംബ ഫോട്ടോ ചോദിച്ചിരുന്നു, അതൊക്കെ കൊടുത്തതാണ് എന്ന് ഈ റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് അങ്ങനെ ഒരു ലേഖനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ദിവസം തന്നെ നമ്മളോട് ഈ കള്ളൻ വിജയൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ വാദമൊന്നും നിലനിൽക്കില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ KR അജയൻ എന്ന ന്യൂസ് എഡിറ്റർക്കെതിരെ നടപടിയെടുത്തു എന്ന് ദേശാഭിമാനി പരസ്യമായി സമ്മതിക്കുന്നുണ്ടാവില്ല എന്ന് കരുതേണ്ടത് ആ പശ്ചാത്തലത്തിലാണ്. സമ്മതിക്കുകയാണെങ്കിൽ അത് എം സ്വരാജിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും റഹീസ് തുടരുക. സായ്കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. സായി, വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ വിഷയത്തിൽ പാർട്ടി നേതൃത്വം ഇടപെടുകയും KR അജയന് നോട്ടീസ് നൽകുകയും ചെയ്തു. ആ വിശദീകരണം കൂടിയുണ്ട്. അതിൽ പാർട്ടി വിരുദ്ധത ഇല്ല നിലപാടിൽ എന്നുള്ളതാണ്. പക്ഷേ തെറ്റുപറ്റിയതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നുള്ള വിശദീകരണ മറുപടിയാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. എന്നാലും പിന്നാലെ നടപടിയിലേക്ക് എത്തുമ്പോൾ ഈ ഫീച്ചർ വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സമയമായിരുന്നു ഇതിൽ പ്രധാന പ്രത്യേകത എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ശ്രുതി, ഇതൊരു അസാധാരണ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദേശാഭിമാനിയുടെ ചരിത്രത്തിൽ തന്നെ ഇவ்விധം ഒരു നടപടി, അതായത് നാടക കലാകാരനായ വിജയകുമാറിനെ കുറിച്ച് എഴുതിയൊരു ഫീച്ചറാണ്. അതിന്റെ ഹെഡിങ് ആണ് ഏറ്റവും പ്രശ്നമായത് പാർട്ടിക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കള്ളൻ വിജയൻ അത് ഈ വാരാന്ത പതിപ്പിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതിനാണ് ഇപ്പോൾ അതിന്റെ ചുമതലക്കാരനായിരുന്ന ന്യൂസ് എഡിറ്റർ KR അജയനെ അദ്ദേഹത്തിനെ ഇപ്പോൾ പുറത്താക്കിയിരുന്നത്. നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ മണിക്കൂറുകൾക്കകം തന്നെ ആ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഇതിൽ പാർട്ടി വിരുദ്ധമായതോ സംഘടനാ വിരുദ്ധമായതോ ആയ ഒരു വരി പോലും ഈ ഫീച്ചറിൽ ഇല്ല എന്നുള്ളതാണ്. അത് സത്യവുമാണ്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെയോ ആക്ഷേപിക്കുന്ന ഒരു ഫീച്ചറേ അല്ല. അത് നാടക കലാകാരനായ, ആ നാട്ടിൽ കള്ളൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നാടക കലാകാരനെ കുറിച്ചുള്ള ഫീച്ചറാണ്. ഇത് ദേശാഭിമാനിയിൽ മാത്രമല്ല, ഇതിനു മുൻപും എത്രയോ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് ഫീച്ചറുകൾ വരികയും ചെയ്തിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശ്നമായത് VS അച്യുതാനന്ദന്റെ ഒരു അനുസ്മരണ ലേഖനം വരുന്നു. തൊട്ടടുത്ത് കള്ളൻ വിജയൻ എന്ന പേരിൽ ഹെഡിങ്ങിൽ മറ്റൊരു ലേഖനം വന്നതാണ് പ്രശ്നമായത്. ഇതിൽ നടപടി നേരത്തെ തന്നെ ഉറപ്പായതാണ്. വിശദീകരണം ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയുടെ വാതിൽ പൂട്ടുന്ന നടപടിയടക്കം കാണുകയും ചെയ്തു. അദ്ദേഹം അറിഞ്ഞത് തിങ്കളാഴ്ച ജോലിക്കെത്തിയ സമയത്താണ് അത് കണ്ടത്. പിന്നീട് റെസിഡന്റ് എഡിറ്റർ അദ്ദേഹത്തിന് അതിൽ നോട്ടീസ് കൊടുത്തത് പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കി, ഇതിൽ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിലാണ് അദ്ദേഹം മണിക്കൂറുകൾക്കകം തന്നെ വിശദീകരണവും കൊടുത്തത്. പക്ഷേ ആ വിശദീകരണവും തൃപ്തമല്ല. അദ്ദേഹത്തെ ന്യൂസ് എഡിറ്റർ പദവിയിൽ നിന്ന് ഇപ്പോൾ മാറ്റുകയാണ് ഉണ്ടായത്. പാർട്ടി ഇപ്പോഴും അതിൽ തെറ്റ് കാണുന്നു. അതിൽ ആ ഹെഡിങ്ങിൽ അത് കള്ളൻ വിജയൻ, അത് വിജയനെ കുറിച്ചുള്ള ഫീച്ചറായിട്ടല്ല പാർട്ടി കാണുന്നതെന്ന് വേണം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും ശ്രുതി നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും.